പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ചിരിക്കാതിരിക്കില്ല. നിങ്ങൾ കണ്ട് ചിരിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ് നിങ്ങൾ ഈ വീഡിയോയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു സ്കിറ്റ് തയ്യാറാക്കി ഒരു വേദിയിൽ അവതരിപ്പിക്കുകയാണ്. അതൊരു ചെറിയ ഫംഗ്ഷനാണ്. ഒരു VIP പ്രോഗ്രാമിലാണ് ഈ സ്കിറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സദസ്സ് ഒന്നടങ്കം കൈയടിച്ച് അതിനെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗൂഢമായ ഇടങ്ങൾ ഇന്ന് സൈബർ ഇടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യേണ്ടി വരുന്നത്, ഒരു അഭിപ്രായം രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും അത് ഒന്ന് കേൾക്കാം. നല്ലൊരു ഓണം പഠിച്ചോന്റെ റഹ്മത്തും ബർക്കത്തും ഈ ദുനിയാവിൽ എല്ലാവർക്കും നേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശരി. ഈ വീഡിയോ മതനിന്ദയാണെന്നും അതുപോലെ തന്നെ ഒരു മതാക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നും ഒക്കെയുള്ള തരത്തിലുള്ള പ്രചരണങ്ങളും ഒപ്പം ഓണം വിലക്കുന്ന മൗലവിമാർ എന്നുള്ള തരത്തിലൊക്കെയുള്ള നിരവധി പ്രചരണങ്ങൾ ഇങ്ങനെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയായ ദിശയിലാണോ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള ചർച്ച എന്നുള്ളത് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സന്ദർഭമാണിത് എന്നതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു കമൻറ്റിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഓണത്തിൻ്റെ കുത്തക ഒരു മതവും ഏറ്റെടുക്കേണ്ടതില്ല. അത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമായി ജനാധിപത്യ സ്വഭാവത്തിലൂടെ കൂടുതൽ വൈവിധ്യമായ നിലകളിലേക്ക് വരികയാണ് വേണ്ടത്. അതിനെ ഒരു മതചുറ്റുപാടിലേക്ക്, തൃക്കാക്കര അപ്പനിലേക്കും മഹാവിഷ്ണുവിലേക്കും മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിലേക്കും അത് വാമനൻ വന്നതായിട്ടും പിന്നെ മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത് കൊണ്ട് അതിൻ്റെ ആഘോഷമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ കഥയുടെ സംഗതികളിലുള്ള മറുവശങ്ങളും ചർച്ച ചെയ്യപ്പെടും. അത് കേരളത്തിൽ ധാരാളം ഉണ്ട്. പക്ഷെ അത്തരം ഒരു ചർച്ചയുടെ ഭാഗത്ത് നിന്നുകൊണ്ടല്ല ഓണം ഒരു സാംസ്കാരിക ഉത്സവമായി കേരളത്തിൻ്റെ സർക്കാർ തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സർക്കാർ ഓഫീസുകളിലും അത്തപ്പൂക്കളം ഇടുന്നുണ്ട്, എല്ലാ സർക്കാർ ഓഫീസുകളിലും ഓണസദ്യ ഒരുക്കാറുണ്ട്. അതൊക്കെ ചെയ്തു പോകുന്ന ഒരു സാംസ്കാരിക ഉത്സവം എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കാണുമ്പോൾ ഒരു മതത്തിൻ്റെ കുത്തക അവകാശങ്ങളിലേക്ക് ഇത് നമ്മുടെ സംസ്കാരമാണ്, ഇത് നമ്മുടെ രീതിയാണ്, അത് നമ്മുടെ മതത്തിൻ്റെ ചിട്ടയാണ്, അതുകൊണ്ട് ഇന്ന വേഷമേ പാടുള്ളൂ, അതുകൊണ്ട് ഇന്ന ആരാധനയെ പാടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ പാടുള്ളൂ എന്നുള്ള തെട്ടൂരങ്ങൾ ഉണ്ടാകാതിരിക്കലാണ് ഈ ബഹുസ്വര സമൂഹത്തിൽ ഏറ്റവും ആരോഗ്യകരമായ കാര്യം എന്നാണ് ഞാൻ ഉണർത്തുന്നത്. ചില സൈബർ ഇടങ്ങൾ ഒരു പിടികൂടി കടന്നിട്ട് നിങ്ങൾ ഓണവും വിഷുവും നല്ലതുപോലെ ഞങ്ങളുടെ ചിട്ടയിൽ തന്നെ ആഘോഷിക്കണം എന്ന് പറയുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അത് ഈ സമൂഹത്തിൽ എത്രയധികം ആപ്റ്റാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് എത്രയധികം സ്വീകാര്യമാണ് എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ 2-3 വട്ടം ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കച്ചവടത്തെ സംബന്ധിച്ചൊക്കെ വിഷലിബ്ധമായിട്ടുള്ള പ്രചരണങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് മതങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് അവർ രേഖപ്പെടുത്തുകയും അവരുടെ അനുയായികളെയും അണികളെയും അവർ ഉത്ബോധിപ്പിക്കുകയും ചെയ്യും. അത് അതിലെ വിശ്വാസമുള്ള ആളുകൾ സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കും, അത് മറ്റൊരു കാര്യമാണ്. വേദാധ്യാപകനായിട്ടുള്ള ഹിന്ദു പണ്ഡിറ്റ് അദ്ദേഹം ഓണത്തെ സംബന്ധിച്ച് മുന്നിൽ വെക്കുന്ന കാഴ്ചപ്പാടുകൾ യൂട്യൂബ് പരിധിയിൽ കാണാൻ പറ്റും. ഓണത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ ആളുകൾ അത് അവരുടെ പ്രമാണ ലംഘനമാണ് എന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ യൂട്യൂബ് പരിധിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരും അവരുടെ ഓണവുമായി ബന്ധപ്പെട്ട മതനിലപാടുകൾ പറയാറുണ്ട്. അത് പറയുകയും വേണം. ഓരോ മതവിഭാഗത്തിൻ്റെയും മതനിലപാടുകൾ പറയേണ്ടത് അതിലെ പണ്ഡിതന്മാരാണ്. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നിലപാടുകൾ പറയേണ്ടത് അതിൻ്റെ വക്താക്കളാണ്. ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പൊതു തത്വമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണേണ്ട കാര്യത്തിനപ്പുറം ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വർഗീയ ജീവികളോട് നമുക്ക് സഹതാപം മാത്രമാണ് ഉള്ളത്. ഈ ഓണം പൊതുസമൂഹം ആഘോഷിക്കുമ്പോൾ, തെരുവുകൾ ആഘോഷിക്കുമ്പോൾ അത് ഒരു ബഹുസ്വരമായി തീരട്ടെ. ഒരു മാവേലി മഹാരാജാവ് എഴുന്നള്ളും പോലെ തന്നെ ഒരു മമ്മാലി മഹാരാജാവും വന്നോട്ടെ. ആ മാവേലിയുടെ പേര് അല്പം മാറി പറയുന്നത് കൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ തരത്തിലേക്ക് ബഹുസ്വരമായ ആചാരങ്ങളിലേക്ക്, ബഹുസ്വരമായ കാഴ്ചകളിലേക്ക്, ബഹുസ്വരമായ സംഗതികളിലേക്ക് ഇതിൻ്റെ ആഘോഷ പരിണിതികളെ മാറ്റിയെടുക്കേണ്ടതുണ്ട് സർക്കാർ ഓഫീസുകളിലും പൊതു ഇടങ്ങളിലും. അയിത്താചാരത്തിന്റെയും ഫ്യൂഡലിസത്തിന്റെയും മാടമ്പിത്തരത്തിന്റെയും ഐതിഹ്യങ്ങളിൽ നിന്നുകൊണ്ടല്ല ഇന്നത്തെ കേരളം ഓണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നത്. അത് ബഹുസ്വരമാണ്, തുല്യമാണ്, എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും സന്തോഷം ലഭിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് പൂക്കളം ഇട്ടാലും ഓണം ഉണ്ടാവണം, പർദ്ദയിട്ടാലും ഓണം ഉണ്ടാവണം, പുടവ് ചുറ്റിയാലും ഓണം ഉണ്ടാവണം, പട്ടുടുത്താലും ഓണം ഉണ്ടാവണം. ഇനി ഇതൊന്നും വിശ്വസിക്കാത്ത നിരീശ്വരനായ അന്ധവിശ്വാസിക്കും ഓണം ഉണ്ടാവണം.
മഹാവിഷ്ണുവിന്റെ അവതാരമാണ് വാമനൻ എന്നും ആ വാമനന്റെ ജയന്തിയാണ് ഈ ഓണാഘോഷം എന്നും പുതിയ കാലത്ത് പറയാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ ഈ സമൂഹത്തിന് നൽകുന്ന വർഗീയതയുടെ വിഭാഗീയതയുടെ വിഷം ചീറ്റൽ ചെറുതല്ല. നീതിമാനായ ഒരു ചക്രവർത്തിയെ മണ്ണിലേക്ക് ചവിട്ടിത്താഴ്ത്തി കൊന്നതിന്റെ ആഘോഷമാണ് ഐത്താചാരത്തിന്റെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ മാടമ്പിത്തരത്തിന്റെ തനിയാവർത്തന ചരിത്രമാണ് ഇവിടെ ഓണത്തിലൂടെ എന്ന് വന്നാൽ ഇവിടെ ദളിതുപക്ഷ ചിന്തകളും അതുപോലെ തന്നെ മതപക്ഷ ചിന്തകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകമായി നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇത്തരം അബദ്ധ ജടിലമായ ചർച്ചകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ബഹുസ്വര സമൂഹത്തെ സമാധാനപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സൗഹൃദത്തിന്റെ ഇടങ്ങളാണ് അന്വേഷിക്കേണ്ടത്. എല്ലാവർക്കും